പോളിന്റെ സൈക്കിൾ മണിയൊച്ചയ്ക്ക് കാക്കുന്നത് പശിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. ആലപ്പുഴ താമരക്കുളം പച്ചക്കാട് സ്വദേശിയായ പോൾ മിഷേലാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അഗതികൾക്ക് ഉച്ചഭക്ഷണം എത്തിച്ച് സ്വാതന്ത്ര്യമേകുന്നത്. മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇദ്ദേഹം സജീവമാണ്. വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണവുമായി പോൾ മിഷേൽ ഒരു ദിവസം സൈക്കിളിൽ സഞ്ചരിക്കുന്നത് 20 കിലോമീറ്ററോളം ദൂരമാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി അഗതികളായ മനുഷ്യർക്ക് പോൾ സൗജന്യമായി ഉച്ചഭക്ഷണം എത്തിച്ചു വരുന്നു. നമുക്ക് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയും ഞാനൊരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലൊരു മിഷൻ പ്രവർത്തനമായിട്ടൊരു ജീവകാരുണ്യ പ്രവൃത്തിയും മിഷൻ പ്രവർത്തനമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ നന്മയിലും അവരുടെ വേദനയിലും പങ്കുകാരനായിക്കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. നൂർനാട് പടനിലത്തുള്ള ജനകീയ ഹോട്ടൽ, താമരക്കുളത്തെ ജനകീയ ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭക്ഷണപ്പൊതികൾ വാങ്ങുന്നത്. ഭക്ഷണപ്പൊതികളുമായി വരുന്ന പോളിനെയും കാത്ത് വഴിയരികിൽ ആളുകൾ കാത്തുനിൽക്കും. പടനിലത്ത് ജനകീയ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതേ പടനിലത്ത് ഇവിടെ റോഡ് സൈഡിൽ കാണുന്ന മാനസിക രോഗികളും മറ്റ് ബുദ്ധിമുട്ടുന്നവരും ആക്രി പറക്കുന്നൊക്കെ പാവപ്പെട്ട മനുഷ്യർ കൊടുത്ത് ഇവിടുന്ന് പാറ ജംഗ്ഷൻ കൊടുത്ത് ITP ഭാഗത്ത് കൊടുത്ത് അങ്ങനെ ചാരുമൂട് വഴി ഗുരുതാകളൊക്കെ കൊടുത്ത് താമരക്കുളത്ത് എത്തുന്നത്. അവിടെ താമരക്കുളത്തെടുത്ത് താമരക്കുളത്തുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്നത് ഒരു എളിയ ശുശ്രൂഷയാണ് ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 45ഓളം ആളുകൾക്കാണ് ഇദ്ദേഹം ഉച്ചഭക്ഷണം നൽകി വരുന്നത്. സ്വന്തം പോക്കറ്റിൽ നിന്നും കഴിയാതെ വരുമ്പോൾ സുമനസ്സുകളെ സമീപിച്ചും ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹം ഭക്ഷണം എത്തിച്ചിരിക്കും. കാലാവസ്ഥ പ്രതികൂലമായാൽ ബസ്സിലായിരിക്കും പോളിന്റെ യാത്ര. റോഡിലേക്കെത്തി ഭക്ഷണപ്പൊതി വാങ്ങാൻ കഴിയാത്തവർക്ക് ഭക്ഷണം വീട്ടിലെത്തിച്ചു നൽകുന്നതിലും പോളിന് യാതൊരു മടിയുമില്ല. ചിലപ്പോൾ വീടുകളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ ശേഖരിച്ചും വിതരണം ചെയ്യാറുണ്ട്. ഇടദിവസങ്ങളിൽ ചില വീട്ടുകാർ അവരുടെ പ്രേരണയായിട്ട് തരുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പം ചൊവ്വാഴ്ചകളിൽ ഒരു 3 വീട്ടുകാർ സ്ഥിരമായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളും 3 വീട്ടുകാർ തരുന്നുണ്ട്. പിന്നെ നമ്മൾ പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ട് ഒക്കെ വരുമ്പോഴത്തേനും വീടുകളിൽ ഇറങ്ങിച്ചെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തും കൊടുക്കും. പൈസയ്ക്ക് വളരെ ഞെരുക്കമുള്ള സമയങ്ങളിലൊക്കെ വീടുകളിൽ പോയി പറഞ്ഞ് അവർ തരുന്നത്. അങ്ങനെയാണ് ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് മുമ്പ് വരെ 7 വർഷത്തോളം അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കഞ്ഞിയും വിതരണം ചെയ്തിരുന്നു. അഗതികൾക്കും രോഗികൾക്കും മരുന്നുൾപ്പെടെ എത്തിച്ചു നൽകി മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇദ്ദേഹം ഏർപ്പെട്ടു വരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.